മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇപ്പോഴും സംശയങ്ങൾ തീർന്നിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പിനിടെ 1 കോടി വോട്ടർമാരെ പുതുതായി ചേർത്തത് സംശയാസ്പദമാണെന്നും വോട്ടർമാരുടെ പട്ടിക പുറത്തുവിടുവാനുള്ള കടമ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാകണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. നമ്മുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്നും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് വിവരങ്ങൾ വേണമെന്നും രാഹുൽ പറഞ്ഞു. പുതിയ കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം നടന്ന ചടങ്ങിലായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. വോട്ടർ പട്ടിക പാർട്ടിക്ക് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചു. ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി മോഹൻ ഭാഗവതിന്റെ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയത്. RSS മേധാവി 1947 സ്വാതന്ത്ര്യം ലഭിച്ചില്ല എന്നാണ് പറഞ്ഞത്. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് മോഹൻ ഭാഗവത് പറയുന്നു. ഇതിലൂടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമല്ല എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞു വെക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഭരണഘടന എന്ന കോൺഗ്രസിന്റെ ആശയവും RSSന്റെ പ്രത്യയശാസ്ത്രവും തമ്മിലാണ് ഇപ്പോൾ പോരാട്ടമെന്നും രാഹുൽ പറഞ്ഞു. രാജ്യത്ത് ഇപ്പോൾ ഏകാധിപത്യത്തിനാണ് മുൻതൂക്കം. ഇതിനെല്ലാം തടയിടാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും രാഹുൽ പറഞ്ഞു. തുടർന്ന് പ്രസംഗിച്ച മല്ലികാർജുൻ ഖാർഗെ പുതിയ ആസ്ഥാന മന്ദിരത്തിലെ ലൈബ്രറി ഹാളിനെ മൻമോഹൻ സിംഗിന്റെ പേര് നൽകുകയാണെന്ന് അറിയിച്ചു.